നെൽവയലുകളുടെ പച്ചപ്പ്, പാടവരമ്പുകളിൽ പീലി വിരിച്ചതുപോലെ തെങ്ങുകളും കരിമ്പനകളും, ഓലമേഞ്ഞ പുരകൾ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഏതോ തമിഴ് ഗ്രാമത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് തോന്നുന്നില്ലേ? അല്ല കേട്ടോ, ഇത് നമ്മുടെ സ്വന്തം പാലക്കാട് കൊല്ലങ്കോട് എന്ന മനോഹരമായ ഗ്രാമത്തെക്കുറിച്ചാണ്. ഇന്ത്യയിൽ കണ്ടിരിക്കേണ്ട 10 സ്ഥലങ്ങളിൽ മൂന്നാമതാണ് കൊല്ലങ്കോട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് കൊല്ലങ്കോട്ടിലെ കാഴ്ചകളിലേക്കാണ് നമ്മുടെ ക്യാമറ തിരിയുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ മൂവാറ്റുപുഴയിൽ നിന്നാണ് നമ്മുടെ യാത്രകൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. തൃശ്ശൂർ ഫ്ലൈ ഓവർ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മണ്ണുത്തി കാർഷിക സർവകലാശാലയുടെ മുന്നിലൂടെയാണ് കേട്ടോ ഈ ഫ്ലൈ ഓവർ പോകുന്നത്. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. സൂര്യൻ ഉറക്കമൊക്കെ ഉണർന്ന് എഴുന്നേറ്റ് വരുന്നുണ്ട്. റോഡിൽ വലിയ തിരക്കുകളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ കുതിരാൻ ടണൽ എത്തിയിട്ടുണ്ട്. എൻ്റെ എല്ലാ പാലക്കാട് പോകുന്ന വീഡിയോയിലും കതിരാനല്ല കുതിരാൻ എന്ന് തിരുത്തുന്ന ഒരുപാട് കൂട്ടുകാരെനിക്കുണ്ട്. എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. ഞാൻ കുതിരാൻ എന്ന് പറയാൻ പഠിച്ചു. അപ്പോൾ കുതിരാൻ ടണൽ ഇറങ്ങുകയാണ്. എപ്പോഴും ഈ ടണലിലൂടെ പോകുമ്പോൾ എനിക്കൊരു പേടിയാട്ടോ. പുറത്തേക്ക് ഇറങ്ങിയാലാണ് ഒരു ഓക്കെ ആകുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ശരവണ ഭവനിലൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. കുറച്ച് നേരത്തെയാണ്, പക്ഷേ പോകുന്ന വഴിക്ക് ഫ്ലൈ ഓവറെല്ലാം കയറി പോകുന്നതുകൊണ്ട് ചിലപ്പോൾ റെസ്റ്റോറൻ്റ് ഒന്നും കണ്ടില്ല എന്ന് വരും. അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ കരിങ്ങാലി വെള്ളം വന്നു. നമ്മൾ പൂരിയും ഒരു സെറ്റ് ഇഡലിയുമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു നമ്മൾ മുന്നോട്ട് പോവാണ്. മൂവാറ്റുപുഴയിൽ നിന്നും പാലക്കാട് പോകുന്ന വഴിക്ക് ഏറ്റവും ആദ്യം തുറക്കുന്ന വൺ ഓഫ് ദ റെസ്റ്റോറൻ്റ് ആട്ടോ ശരവണ ഭവൻ. മിക്കപ്പോഴും നമ്മൾ അവിടുന്ന് തന്നെയാണ് പാലക്കാട് പോകുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളത്. പതുക്കെ നമ്മൾ പച്ചപ്പും ഹരിതാവിയും ഒക്കെ കണ്ടു തുടങ്ങി. ഇതിനർത്ഥം നമ്മൾ പാലക്കാട് കയറി എന്നുള്ളതാണ്. എല്ലായിടത്തും മനോഹരങ്ങളായ പച്ച വിരിച്ച് നിൽക്കുന്ന നെൽപ്പാടങ്ങളാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു വാട്ടർ റിസോഴ്സാണ്. നല്ല അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ. ഇപ്പോൾ ഇഷ്ടംമാതിരി വെള്ളമുണ്ട്. പഴയ രീതിക്ക് ഓടുമേഞ്ഞ കെട്ടിടങ്ങളാണ് വഴിയരികൾ നിറയെ. ടെറസ് ചെയ്തതും ഷീറ്റ് ഇട്ടതും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ പഴയ ഓടുമേഞ്ഞ വീടുകൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. ഓട്ടോറിക്ഷകളൊക്കെ നല്ല അടിപൊളി സെറ്റാക്കിയിട്ടുണ്ട്. ആ ഫ്രണ്ടിൽ കിടന്ന ഓട്ടോയുടെ അകത്ത് ചെടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇരുവശത്തും തെങ്ങും പനയും നെൽപ്പാടങ്ങളും ഉള്ള അതിമനോഹരമായ ഒരു റോഡിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് കാറ്റ് കൊള്ളാനും വർത്താനം പറഞ്ഞിരിക്കാനും ഒക്കെ വൈകുന്നേരം ആവുന്ന സമയത്ത് നല്ല രസമായിരിക്കും. മുകളിൽ കാണുന്നില്ലേ ചെറുതായിട്ട്, അത് വാമല മുരുകൻ ടെമ്പിളാണ്. പണ്ട് ഒരു പ്രാവശ്യം നമ്മൾ പോയിരുന്നു കേട്ടോ. പക്ഷേ വീഡിയോ റെക്കോർഡ് ചെയ്തത് എങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയി. ഇത് കൊല്ലങ്കോട് പോകുന്ന വഴിക്കുള്ളൊരു മഹാഗണപതി ടെമ്പിളാണ്. പാലക്കാട് ഒരുപാട് നല്ല മനോഹരങ്ങളായ ക്ഷേത്രങ്ങളുണ്ട്. പണ്ട് അമ്മാമ്മയൊക്കെ കരിമ്പന എന്ന് പറയുമ്പോഴേ നമുക്ക് യക്ഷിയാണ് കേട്ടോ ഓർമ്മ വരിക. ഞങ്ങളുടെ നാട്ടിൽ കരിമ്പനകളില്ല. അപ്പം പാലക്കാട് വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കരിമ്പന കണ്ടിട്ടുള്ളത്. ഒരു പ്രാവശ്യം ട്രെയിനിൽ ഡൽഹി വരെ പോയപ്പോൾ കൊല്ലങ്കോട് എന്നുള്ളൊരു ഫാമിലിയെ പരിചയപ്പെട്ടു. അവർ പൂനെയിലാണ് താമസിക്കുന്നത്. അവരുടെ അമ്മയെ കാണാനായിട്ടാണ് കൊല്ലങ്കോട് വന്നത്. അവർക്ക് 2 കുട്ടികളാണുള്ളത്. പക്ഷേ അവർക്ക് 2 പേർക്കും ഈ കൊല്ലങ്കോട് വന്ന് താമസിക്കുന്നതിനോട് തീരെ താല്പര്യം ഉണ്ടായില്ല. ടൗണിൽ വളർന്ന കുട്ടികളാകുമ്പോൾ ഗ്രാമങ്ങളിൽ വന്ന് താമസിക്കാനായിട്ട് ചില സമയത്ത് ബുദ്ധിമുട്ടുണ്ടായേക്കാം. അവർ മെയിനായിട്ടും പറയുന്നത് കുട്ടികളുടെ രീതികളും നാട്ടിലുള്ള ആളുകളുടെ രീതികളും തമ്മിൽ ചേർന്ന് പോകുന്നില്ല എന്നാണ്. പക്ഷേ ഇവിടുത്തെ ബാല്യം അത് അതിമനോഹരം തന്നെയാണ്. കുട്ടികളെല്ലാം സൈക്കിളൊക്കെ ഓടിച്ച് ഈ മനോഹരമായ പാടവരമ്പല്ല, പാടത്താൽ ചുറ്റപ്പെട്ട റോഡിലൂടെ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. അങ്ങനെ ഒരു ബാല്യം ഉള്ളവർ ഭാഗ്യവാന്മാർ തന്നെ. ട്യൂഷൻ അങ്ങാണ്ട് പോയിട്ട് വരുന്ന കേട്ടോ. ഇന്ന് സ്കൂളില്ലാത്ത ദിവസമാണ്, സൺഡേ ആണ്. എല്ലാവരും ട്യൂഷന് പോകുന്നതാണെന്ന് തോന്നുന്നു. വഴിയരികിൽ കണ്ടൊരു മയിലാണ് കേട്ടോ. ഇവിടെ ധാരാളം മയിലുകളുണ്ട്. കുറച്ച് ഇരുണ്ട് മൂടിക്കിടക്കുന്ന ദിവസം, അതുകൊണ്ട് വെയിലില്ല. അപ്പോൾ ഇടയ്ക്ക് റോഡ് പണി ആയതുകൊണ്ട് നമ്മളെ വേറെ റൂട്ടിലേക്ക് തിരിച്ചു വിട്ടു. അതുകൊണ്ട് നമ്മൾ കൊല്ലങ്കോടിൻ്റെ ചില കാഴ്ചകളൊക്കെ മിസ്സായിപ്പോയി കേട്ടോ. അവിടെ റോഡ് ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ വഴിയിലൂടെ അവർ റീറൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ചെടി വീടുകളിലൊക്കെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കേട്ടോ ഈ പടർന്ന് കിടക്കുന്ന ചെടി. ഒരുപാട് വാട്ടർ റിസോഴ്സസും ഉണ്ട്.
വഴിയരികിൽ ധാരാളം പശുക്കളെയൊക്കെ കാണാം. അങ്ങനെ കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് നമുക്ക് സ്വാഗതം അരുളിയിട്ടുണ്ട്. റൂട്ട് ക്ലോസ് ആയതുകൊണ്ട് കൊല്ലങ്കോടിൻ്റെ അധികം കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും കാണാനുള്ളത് സീതാർകുണ്ട് വാട്ടർഫോൾസും ചിങ്ങൻചിറയും വെള്ളരിമേട് വാട്ടർഫോൾസുമാണ്. അതിനകത്ത് സീതാർകുണ്ടിലും ചിങ്ങൻചിറയിലും നമ്മൾ പോയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് കാണാൻ പറ്റും കേട്ടോ. സീതാർകുണ്ട് നമ്മൾ വളരെ പണ്ട് പോയതാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ കുറേ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. അന്ന് നമ്മൾ പ്രത്യേകിച്ച് വൈൽഡായിട്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് സീതാർകുണ്ട് കാണാൻ പോയത് കേട്ടോ. അപ്പോൾ നമുക്ക് ചിങ്ങൻചിറ വരെ ഒന്ന് പോയി നോക്കാം. ഇന്ന് ചിങ്ങൻചിറയിൽ എന്തോ ഉത്സവമാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. അങ്ങോട്ട് വണ്ടി കയറ്റിക്കൊണ്ട് പോകാനായിട്ട് പറ്റുമോ എന്നറിയില്ല. എന്തായാലും പോകുന്ന ദൂരം വരെ പോയി നോക്കാം. ഇപ്പോഴും ഇവിടെ ഓലമേഞ്ഞ ചായക്കടകൾ ധാരാളമായിട്ടുണ്ട് കേട്ടോ. ഓലമേഞ്ഞ ചായക്കടകൾ മിക്കവർക്കും ഒരു നൊസ്റ്റാൾജിയാണ്. ഇപ്പോൾ ആ നൊസ്റ്റാൾജിയ വരുത്താനായിട്ട് ആസ്ബറ്റോസ് ഷീറ്റിൻ്റെ മുകളിൽ ഓലമേയുന്നവരും ഉണ്ട്. ഇതൊരു സ്കൂളാണ്, ശ്രീനാരായണ പബ്ലിക് സ്കൂൾ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുട്ടികളൊന്നുമില്ല. മുന്നിൽ ഒരു ഓലമേഞ്ഞ ചായക്കട കാണുന്നുണ്ട്. ഇപ്പോൾ ഇത് ഈയിടെയായിട്ട് പുതുതായിട്ട് ആംബിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ചായക്കടകളാണ്. നേരത്തെ ഇവിടെ ഒരു ചെല്ലൻചേട്ടൻ്റെ ചായക്കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, ഓലമേഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരു മലയുടെ താഴ്വാരം എന്നൊക്കെ പറയാം എത്തി. ചിങ്ങൻചിറയ്ക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളാണ്. ചിങ്ങൻചിറയ്ക്ക് അതിരിടുന്നത് മുഴുവനും ഇതുപോലത്തെ വലിയ മലനിരകളാണ്. അപ്പോൾ നമുക്ക് താഴോട്ട് ഒരു ചെറിയ കുളം ഉണ്ടെന്ന് പറയുന്ന കേട്ടു. അപ്പോൾ ജസ്റ്റ് അവിടെ പോയൊന്ന് നോക്കാം. ഒരു ഓലമേഞ്ഞ ഷെഡും അതിൻ്റെ അപ്പുറം പുതുതായിട്ട് പണി കഴിപ്പിച്ച ഒരു വീടുമുണ്ട്. ഇത് ക്വാറിയാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ വെള്ളം കെട്ടി കിടക്കുന്നതാണ്. അവിടെ മുകളിൽ കണ്ട ഒരു അമ്മൂമ്മ പറഞ്ഞത് ഇവിടെ മീനുകളുണ്ടെന്ന് കേട്ടോ. പക്ഷെ നമ്മൾ നോക്കിയിട്ട് മീനുകളെ ഒന്നും കണ്ടില്ല. നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും അല്ലേ കാഴ്ച. എപ്പോഴെങ്കിലും നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ വരണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും സാധിക്കാറില്ല എന്ന് മാത്രം. ഇതവിടെ തന്നെ ഒരു അമ്മൂമ്മ വിറ്റ കരിമ്പനയുടെ ശർക്കരയാണ്. അപ്പോൾ നമ്മൾ ആവശ്യമുണ്ടായിട്ടല്ല, അവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. കരിപ്പെട്ടി, അതാണ് അതിന് പറയുന്നത്. പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ഈ വീടിൻ്റെ 2 സൈഡിലും നല്ല മനോഹരമായ പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിങ്ങൻചിറയ്ക്ക് പോയില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ ഏതോ ഒരു ഉത്സവം നടക്കുകയാണ്. അപ്പം ഒരുപാട് ദൂരം വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കൊല്ലങ്കോട് നിന്ന് നമ്മൾ തിരിച്ചു പോകുന്നു. കൊല്ലങ്കോട് മുഴുവനായിട്ടും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇനി ഒരു യാത്രയിൽ കൊല്ലങ്കോട് തീർച്ചയായും മുഴുവനായും എക്സ്പ്ലോർ ചെയ്യാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്.